വായിച്ച ഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനങ്ങളാണ്. അതിനോട് ചേർന്ന് ഞാനൊരു ഭാഗം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 11-ാം വാക്യം. മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ സഭയായി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് റെജി അച്ഛൻ ഇന്ന് ഈ വെൽചെയറിൽ വന്നിരിക്കുമ്പോൾ ദൈവം എത്ര അത്ഭുതം ചെയ്യുന്നു. കണ്ണീരോടെ പ്രാർത്ഥിച്ച നാളുകളിൽ ദൈവം പ്രിയദാസനെ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന് ഓർത്ത് എല്ലാവരും പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ലക്ഷ്യമതാണേ, എൻ്റെ ആശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പാഴ്മരുഭൂമി എനിക്കാനന്ദമല്ലേ, സിയോൻ പുരിയതോ അധിക കാമ്യമേ. എന്നു വന്നു ഞാൻ നിന്നിൽ ചേരുമോ, എന്നു വന്നു ഞാൻ നിന്നിൽ ചേരുമോ. അന്ന് തീരുമൻ പാരിൽ ദുരിതം. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ക്രൂശിൽ യാഗമായി തൻ്റെ ചോര ഊറ്റിയ എൻ്റെ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ജീവിതത്തിൻ്റെ നീ ഞങ്ങളെ വിളിച്ച വിളികൾ പലവട്ടം കേട്ടിട്ടും കേൾക്കാതെയും, നീ വിളിച്ച വലിയ നിയോഗങ്ങൾക്ക് ചെവി കൊടുക്കാതെയും, നീ വിളിച്ച വിളികൾക്ക് ശ്രദ്ധിക്കാതെയും ഇരുന്നു പോയ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് വാസ്തവമായി ഈ വചനകൂടാരത്തിൽ നീ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ച്, കർത്താവെ, ഞങ്ങൾ ഗ്രഹിക്കേണ്ടത് ഗ്രഹിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. വചനം ജഡം ധരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സസ്പെൻഡഡ് കോഫി നോർവേയിൽ ഉള്ളൊരു സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത രാജ്യമായ നേപ്പാളിൽ വരെ ഈ സസ്പെൻഡഡ് കോഫിയുണ്ട്. ബോബി ജോസ് കട്ടുകാടച്ചൻ അതിന് സമാനമായി 5 അപ്പം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാണ് സസ്പെൻഡഡ് കോഫി? നോർവേയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരാൾ വന്ന് ഓർഡർ ചെയ്യുന്നു 10 ഹൂക്ക് കോഫി, അതിൽ 5 എണ്ണം സസ്പെൻഡഡ്. അപ്പോൾ കടക്കാരൻ 5 കോഫി കൊടുക്കുന്നു, ഇദ്ദേഹം 10ൻ്റെ പൈസ അടച്ചു പോകും. തുടർന്ന് വേറൊരാൾ വന്ന് പറഞ്ഞു 8 ഫുഡ്, അതിൽ 3 എണ്ണം സസ്പെൻഡഡ്. 5 എണ്ണം കൊടുക്കുന്നു, 8ൻ്റെ പൈസ അടച്ച് പോകുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു പ്രായമാൾ വന്ന് ഈ കടക്കാരനോട് ചോദിച്ചു, സസ്പെൻഡഡ് കോഫി ഉണ്ടോ? അപ്പോൾ ആ കടക്കാരൻ ഒരു കോഫി അദ്ദേഹത്തിന് കൊടുക്കുന്നു. മറ്റൊരാൾ വന്ന് ചോദിച്ചു, സസ്പെൻഡഡ് ഫുഡുണ്ടോ? അപ്പോൾ ആ കടക്കാരൻ ഒരു ഫുഡ് കൊടുക്കുന്നു. എന്താണ് സസ്പെൻഡഡ് കോഫി? നാം മറ്റുള്ളവർക്ക് വേണ്ടി നാം മനഃപൂർവ്വമായി മാറ്റിവെക്കുന്ന ഡിപ്പോസിറ്റിൻ്റെ പേരാണ് സസ്പെൻഡഡ് കോഫി. യഹോവയുടെ സസ്പെൻഡഡ് കോഫിയുടെ പേരാണ് മോശ. പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങൾ മോശയുടെ വിളിയെയും മോശയുടെ നിയോഗത്തെ പറ്റി സവിസ്തരം വിവരിക്കുന്ന പുസ്തകമാണ്. മോശ ഒരു ജനത്തെ
ദൈവിക ജനമായി രൂപപ്പെടുത്തിയ ആളാണ്. ഈ ജനത്തിന് ന്യായപ്രമാണം കൊടുത്ത ആളാണ് മോശ. മോശയെപ്പറ്റി വായിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു. മോശയെപ്പറ്റി വേറൊരു വിശേഷം ഇതാ, അവൻ സൗമ്യൻ ആയിരുന്നു. ഒരു രാജ്യമായി ചിതറിക്കിടന്ന അടിമജനത്തെ 40 വർഷത്തെ മരുഭൂമി യാത്ര കൊണ്ട് സ്വർഗീയ കനാനിൽ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നയിച്ച വലിയ നേതാവാണ് മോശ. ഈ മോശയുടെ ജീവിതം ഇന്ന് രാത്രിയിൽ ഈ 2023 ജനുവരി മാസം 7-ാം തീയതി രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതമായി ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ഈ പുതിയ വർഷം എന്നെ ദൈവം വിളിക്കുന്ന വിളി ഏതൊക്കെ നിലയിലാണ്, ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശം എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാവും. ഇന്ന് ധ്യാനത്തിനായി 4 ചിന്തകൾ ഫോർ മെഡിറ്റേഷൻ ഇൻ ദിസ് നൈറ്റ്. 1, ഹീ കോൾഡ്, അവൻ വിളിച്ചു. 2, ഹീ വെപ്റ്റ്, ഗോഡ് വെപ്റ്റ്, അവൻ കരഞ്ഞു, ദൈവം കരഞ്ഞു. ഗോഡ് കോൾഡ്, ദൈവം വിളിച്ചു. 2, ദൈവം കരഞ്ഞു. 3, ഗോഡ് ഡിസൈൻഡ്, ദൈവം രൂപപ്പെടുത്തി. 4, ഗോഡ് കോൾ ബാക്ക്, ദൈവം തിരിച്ചു വിളിച്ചു. 1, ദൈവം വിളിച്ചു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് ദൈവം മോശയെ വിളിക്കുക. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ തന്നെ മോശയെ ദൈവം വിളിക്കുന്ന വിളിയാണ്. ദൈവത്തിൻ്റെ വിളിയുടെ പുസ്തകമാണ് വേദപുസ്തകം. ദൈവം നോക്കിയാൽ ഓരോ വരിയിലും അദൃശ്യമായും ദൃശ്യമായും ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. എന്താണ് ദൈവവിളിയുടെ പർപ്പസ്? ഉപദേശം 3 ഉദ്ദേശമാണ്. 3 പർപ്പസ് ഫോർ ദ കോളിംഗ് ഓഫ് ഗോഡ്. മോശയെ ദൈവം വിളിച്ചതിൻ്റെ 3 ഉദ്ദേശം. 1, ഹി വാണ്ട് ടു ഡെലിവർ മോസസ്. മോശയെ വിടുവിക്കാനാണ് ദൈവം മോശയെ വിളിച്ചത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തിൽ മോശ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറത്ത് വന്നപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ മോശയെ വിളിച്ചു. മോശ എന്തിനാണ് വിളിക്കുന്നത്? മോശയെ വിളിക്കുന്നത് ഒരു വലിയ നിയോഗത്തിന് വേണ്ടിയാണ്. വലിയ നിയോഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് മോശ. മോശ ഇപ്പോൾ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. യിത്രോവ് എന്ന മിദ്യാന പുരോഹിതൻ്റെ ആടുകളെ മേയിച്ച് യിത്രോവിൻ്റെ മകളായ സിപ്പോറെ വിവാഹം കഴിച്ച് ഗർശോമിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശയോട് ദൈവം പറയുന്നു, നീ വരണം. എന്തിനാണ് വരേണ്ടത്? ഈ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി. ഇപ്പോൾ നീ കുടുങ്ങിക്കിടക്കുന്നത് കൊച്ചു നിയോഗങ്ങളിലാണ്. നിനക്ക് വേണ്ടി രൂപപ്പെടുത്തിയ വഴികളൊന്ന് ഓർക്കണം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15-മുള്ള വാക്യങ്ങളിൽ സിപ്ര, പൂവ എന്നീ മിഡ്വൈസിനെ നീ ഓർക്കുന്നുണ്ടോ മോശെ? അവരുടെ തൊഴിലിടങ്ങളിലെ പ്രതിസന്ധി നീ ഓർക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി തലവെച്ച് കൊടുക്കാൻ ദൈവനിയോഗം പ്രാപിച്ച അവരാണ്. ഇപ്പോൾ നീ ആയിരിക്കാൻ കാരണം ഈ മിഡ്വൈസാണ്. ഇപ്പോൾ നീ വലിയ നിയോഗത്തെ മറന്ന് ഇപ്പോൾ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറവോൻ്റെ കൊട്ടാരവും ഫറവോൻ്റെ പുത്രിയും നിനക്ക് വേണ്ടി ജന്മം നൽകാൻ വേണ്ടി നീ നിന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നിൻ്റെ പിതാവ്, നിൻ്റെ മാതാവ്, നിൻ്റെ സഹോദരി മിറിയം, ഇവരെല്ലാം നിന്നെ വലിയൊരു നിയോഗത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം രൂപപ്പെടുത്തിയാണ്. ഇപ്പോൾ നീ എന്തിനാണ് കൊച്ചു കൊച്ചു നിയോഗത്തിൽ, എൻ്റെ വീടിൻ്റെ നിയോഗത്തിൽ, എൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. നീ കുഞ്ഞാടുകളെ മേയിച്ച് യിത്രോവിൻ്റെ ആടുകളെ മേയിച്ച് നിൽക്കുമ്പോൾ നീ വലിയൊരു ജനത്തെപ്പറ്റി, നിൻ്റെ വിളിയെപ്പറ്റി മറന്നുപോയി. നമ്മളെപ്പോഴും, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും, എനിക്ക് മൈക്ക് ശരിയായെങ്കിൽ ഞാൻ പാടും. വേറൊരുത്തൻ പാടാൻ നേരം മൈക്ക് തെറ്റിച്ച് വെക്കും. ഞാൻ ട്രസ്റ്റി ആയാൽ ഞാൻ പണി ചെയ്യും. എനിക്ക് പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം 100 വട്ടം അച്ഛൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 1 വട്ടം തെറ്റിച്ചാൽ 100 മറന്നു പോകും. എൻ്റെ സൗകര്യത്തിനൊരു അസൗകര്യം നേരിട്ടാൽ ഞാനെല്ലാം വിടും. മോശേ, നീ ഇപ്പോൾ
നിൻ്റെ കുഞ്ഞു വിളിയിൽ ഒതുങ്ങിക്കിടക്കുകയാണ്. ദൈവം വിളിക്കുന്നത് അയൽപക്കങ്ങളിലേക്കാണ്. ദൈവം വിളിക്കുന്നത് ഈ വലിയ ജനത്തെ വിടുവിക്കാനുള്ള വിളിയിലാണ്. ദൈവം നിൻ്റെ ജീവിതത്തെ, നിൻ്റെ ലൈഫിനെ, നിൻ്റെ ജീവിതത്തെ ദൈവരാജ്യത്തിൻ്റെ ഭൂപടമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹി വാണ്ട് ടു ഡ്രോ എ മാപ്പ് ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തെ ദൈവ വിളിയുടെ, ദൈവരാജ്യത്തിൻ്റെ വലിയ ഭൂപടമാക്കാൻ. നീ ഇപ്പോൾ നിൽക്കുന്നത് നിൻ്റെ ദൈവിക ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നിൻ്റെ നിയോഗം ഈ ശരീരത്തെ ദൈവവിളിയുടെ ഭൂമികയാക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിക്കുന്നത്. നിൻ്റെ ടാലൻ്റ് എന്ത് ചെയ്യേ, നിൻ്റെ കഴിവുകൾ എന്ത് ചെയ്യേ, നീ ഒന്ന് ഓർത്താൽ മതി. നീ വന്ന വഴികൾ നിന്നെ അതിനു വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. നീ ചെറിയ നിയോഗങ്ങളിൽ കുടുങ്ങിപ്പോയി. 2 നിയോഗം എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചാൽ, ഡെലിവർ ദ പീപ്പിൾ. ഇവിടെ പറയുന്നത്, എൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്നും നല്ലതും വിശാലമായ ദേശത്തേക്ക്. അവിടെ ഒരു 7 രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് വിടുവിക്കാൻ വന്നിരിക്കുന്നു. ഈ ജനത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജനം ഇപ്പോൾ അടിമത്തത്തിൽ നിൽക്കുകയാണ്. ഇവരെ വിടുവിക്കുക ഈസിയല്ല. നീ നിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളും സിപ്പോറയുടെ ആവശ്യങ്ങളും നിൻ്റെ ഗർശോമിൻ്റെ സന്തോഷവും കണ്ടു നിൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന, നിലവിളിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. നിൻ്റെ നിയോഗങ്ങളിൽ ഏറ്റവും ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അവരെ വിടുവിക്കാൻ വേണ്ടിയാണ്. അവരെ വിടുവിക്കാൻ അത്ര ഈസിയല്ല. ഇപ്പോൾ അവർ ഫറവോൻ്റെ മുദ്ര പേർന്ന ആളുകളാണ്. ഫറവോൻ്റെ അടിമത്തം അവരുടെ അഭിരുചിയിലുണ്ട്, അവരുടെ രുചിയിലുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളിൽ അടിമത്തമുണ്ട്. അതുകൊണ്ട് ഈ വിടുതലെന്ന് പറഞ്ഞാൽ വലിയ ഒരു ടാസ്ക്കാണ്. ഇപ്പം ദൈവം വിളിക്കുന്നത് ഫ്രം ദ സേഫ് സോൺ ടു ദ ഡേഞ്ചർ സോൺ. ദൈവം നിന്നെ വിളിക്കുന്നത് നിനക്ക് സേഫായിരിക്കുന്ന സിപ്പോറോയുടെ സന്തോഷത്തിൽ നിന്നും ഇത്രോവിൻ്റെ വീട്ടിൽ നിന്നും വിളിക്കുന്നത് ഫറവോൻ എന്ന വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലേക്കാണ് നിന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ദൈവവിളി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രശ്നം നിനക്ക് നൽകുന്നതാണ്. പ്രിയ സുഹൃത്തെ, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ, സ്വതരാഴ്ച വരുമ്പോൾ ഒരു 50 രൂപ മാക്സ് വിട്ടുപോയാൽ എന്തൊരു ദുരിതം നിനക്ക്. ഒരു ദുരിതവുമില്ല. അയൽവക്കങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, സഭയുടെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിനക്ക് കൊച്ചു കൊച്ചു പ്രതിസന്ധികൾ വരും. ദൈവത്തിൻ്റെ വിളി ഫ്രം ദ സേഫ് സോൺ ടു ദ ഡേഞ്ചർ സോൺ. യേശു കർത്താവിനെ പറ്റി പറയുന്നത് അവൻ അപകടകരമായി യാത്ര ചെയ്തവൻ എന്നാണ്. പി പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഈ കോവിഡ് ബാധിച്ച സമയത്ത് സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ഉദുമ എന്ന് പറയുന്ന കാസർഗോഡ് ഒരു ഗ്രാമത്തിൽ ഇദ്ദേഹം വസൂരി ബാധിച്ച് കിടത്ത കാര്യത്തെ പറ്റിയാണ്. വസൂരി ബാധിച്ച് കിടക്കുന്നു. അന്ന് വസൂരി ഭയങ്കര പകർച്ചവ്യാധിയാണ്, പിടിച്ചാൽ മരിച്ചു പോകും. ഒരു സർക്കാർ ഹോസ്പിറ്റലിലാണ്. അവിടെ ഒരു നേഴ്സുണ്ട്. നേഴ്സിൻ്റെ ഭാര്യയും. 1 മാസം കൂടിയിരിക്കുമ്പോൾ ഡോക്ടർ വരും. കാര്യമായ ചികിത്സകളൊന്നുമില്ല. ഡോക്ടർ ദൂരെ ഇന്ന് മരുന്ന് എഴുതിഞ്ഞു കൊടുത്തിട്ട് പോകും. എന്നാൽ അവർക്കുള്ളൊരു സന്തോഷം, അവിടെയുള്ള പോൾ എന്ന് പറയുന്ന ഈ കമ്പൗണ്ടർ അഥവാ നേഴ്സ്, അല്ലെ അവിടുത്തെ സ്റ്റാഫ്, എല്ലാ ദിവസവും രാത്രിയിൽ തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് ഇവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കും. ആകെപ്പാടെ ഒരു നേരത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഈ കഞ്ഞിയാണ്. ജീവിതം തന്നെ, സ്വപ്നം തന്നെ ഉപേക്ഷിച്ച് പോയവരാണവർ. വസൂരി നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ പ്രതിസന്ധി ഇരിക്കുമ്പോൾ ഈ കഞ്ഞിയാണ് അവർക്കാകെ ആശ്വാസം. ആ മനുഷ്യൻ്റെ പേര് പോൾ എന്നാണ്. ഒരു ദിവസം ഈ പി പത്മനാഭൻ കഞ്ഞിയെല്ലാം കുടിച്ച് രാത്രി 10, 11 മണി 12 മണിയോട് അടുത്തപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാതെ എല്ലാവരും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ആ ഹെൽത്ത് സെൻ്ററിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ തൊട്ടടുക്കലാണ് ഈ പോളിൻ്റെ കോട്ട്. ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ വിളക്കിൽ ഇങ്ങനെ ആ മുറിയിൽ ഇങ്ങനെ കത്തി അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കഞ്ഞി കൊടുക്കാൻ വരുന്നത് പോളും ഭാര്യയും കുഞ്ഞും കൂടെ ചേർന്നാണ്. അപ്പോൾ പി പത്മനാഭൻ പറയുകയാണ്, ഇപ്പോൾ പോൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ പോൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദൈവ നിയോഗത്തിൻ്റെ വഴിത്താരകൾ ദൈവവചനമായി രൂപപ്പെടണം. നമ്മൾ വായിക്കുന്ന ദൈവവചനം, നമ്മൾ കേൾക്കുന്ന ദൈവവചനം
ദൈവം വിളിക്കുന്ന ഇടങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ വലിയ സന്തോഷങ്ങളിലേക്ക് മടങ്ങി വരിക. ഹീ കോൾഡ്, അവൻ വിളിച്ചു. 2, ദൈവം വിളിച്ചു. ഗോഡ് വെപ്റ്റ്, ദൈവം കരഞ്ഞു. ഈ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം വിളിച്ചു എന്നതിനപ്പുറമായി പണ്ഡിതന്മാർ പറയുന്നത് ദൈവം കരഞ്ഞു എന്നാണ്. ഇവിടെ ദൈവത്തിൻ്റെ കരച്ചിലിൻ്റെ ചില വാക്കുകൾ എഴുതിയിട്ടുണ്ട്. യഹോവ മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ സങ്കടം കേട്ടു. 2-ാം അധ്യായത്തിൻ്റെ 23 വാക്യങ്ങളിൽ അവരുടെ നെടുവീർപ്പ് എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം നിലവിളിച്ചു. വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ നിലവിളിയുടെ ചരിത്രം നമുക്കിവിടെ കാണാം. അത് പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ആദമനോട് ചോദിക്കുന്നു, ആദമേ നീ എവിടെ? അതൊരു കരച്ചിലിൻ്റെ ശബ്ദമാണ്. നിന്നെ കണ്ടില്ലല്ലോ, എൻ്റെ സഹിത്വത്തിൽ നീ എവിടെ പോയി എന്നുള്ള ദുഃഖമാണ്. 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കയീനോട് ചോദിക്കുകയാണ്, നിൻ്റെ സഹോദരൻ എവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവൻ നിയോഗത്തിൽ നിന്നും ദൈവവിളിയിൽ നിന്നും ദൈവം ഏൽപ്പിച്ച ബന്ധങ്ങളിൽ നിന്നും ഇവൻ പരാജയപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്തയാണ്. പുതിയ നിയമം നിങ്ങൾ വായിച്ചാൽ യേശുവിനെ പറ്റി പറയുന്നത് യേശു മനസ്സലിഞ്ഞു. മർക്കോസ് 1:40 അവൻ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. മാർക്ക് 3:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വരണ്ട കൈയുള്ളവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു കരച്ചിലാണ്. ആ കരച്ചിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നിലവിളിയാണ്. എന്താ? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? വേദപുസ്തകം മുഴുവൻ നോക്കിയാൽ ദൈവത്തിൻ്റെ കണ്ണുനീര് കാണാം. എന്തുകൊണ്ടാണ് ദൈവം കരയുന്നത്? ദൈവം കരയുന്ന 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, there is a voice from the edges. അതിരുകളിൽ നിന്നും ഒരു ശബ്ദം വരുന്നുണ്ട്. മിസ്രൈമിൻ്റെ ഇഷ്ടിയക്കളത്തിൽ നിന്നുള്ള ശബ്ദമാണ്. മിസ്രൈമിൻ്റെ ഇഷ്ടിയക്കളത്തിൽ ആളുകൾ മരിച്ചു വീഴുക. അവർക്ക് വൈക്കോല് കിട്ടാനില്ല, അവർക്ക് കളിമണ്ണ് കിട്ടാനില്ല. ഉഴിയ വിചാരന്മാർ അവരെ പീഡിപ്പിക്കുകയാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന പദം, അവരുടെ വേദന നിലവിളി ഞാൻ അറിയുന്നു എന്നതിന് ഒരു ഹീബ്രു പദം ഇതാണ്, യാദ എന്ന് പറഞ്ഞാൽ യാദ ഇസ് നോട്ട് ദ കോഗ്നിറ്റീവ് നോളജ്. ഭൗതിക തലത്തിലുള്ള അറിവല്ല യാദ. ഇറ്റ്സ് എ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസിങ് നോളജ്, അനുഭവമ. ദൈവം അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അനുഭവിക്കുന്നു എന്നാണ്. കൊച്ചുദാഹരണമാണ്. ഇപ്പോൾ ഈ ഒരു കൊച്ചു കുഞ്ഞ് ഈ കൺവെൻഷൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഓടി വരട്ടെ. അപ്പോൾ നമ്മൾ ചോദിക്കും, തീരെ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കൊച്ചാണല്ലോ, എൻ്റെ അപ്പനെന്തി അമ്മയെന്തി, എൻ്റെ ജാതകമല്ലോ ഇന്ന് എഴുതാൻ തുടങ്ങും. എന്നാൽ അത് പെട്ടെന്ന് വീണ് ഈ കസാറയിൽ അല്ലെങ്കിൽ ഈ നിലത്ത് തലയിടിച്ച് വീണപ്പോൾ അതിൻ്റെ അമ്മ, വീണതാരാണ്? വീണത് അതിൻ്റെ അമ്മയാണ്. ഇതാണ് കരഞ്ഞത്. ഇതാണ് പാർട്ടിസിപ്പേറ്റിംഗ് നോളജ് എന്ന് പറഞ്ഞാൽ. ദൈവം അനുഭവിക്കുക. ഇഷ്ടിയക്കളത്തിൽ ഇപ്പോൾ അവരെ നോക്കൂ, കളിമണ്ണേതാ മനുഷ്യരൂപമേതാ എന്നറിയാതെ ഒരുപോലായിപ്പോയി. അവർക്ക് പ്രതിരോധിക്കാൻ പറ്റാതെ വണ്ണം പ്രതിസന്ധിയായിപ്പോയി. There is a voices from the edges. ഈ അരികിൽ നിന്നുള്ള ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കരച്ചിലിൻ്റെ എക്കോയാണ് ദൈവത്തിൻ്റെ കരച്ചിൽ. രണ്ടാമത്തെ ദൈവം കരയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, സൈലൻസിങ് ദ വോയിസ് ഫ്രം ദി എഡ്ജസ്. ഈ അതിരിൽ നിന്നുള്ള ഈ കരച്ചിലിനെ ബറവോനും ഉഴിയ വിചാരകന്മാരും അടിച്ചമർത്തുന്നു. ആ അടിച്ചമർത്തുമ്പോൾ ആ ശബ്ദം വായും മൂക്കും പൊത്തി ശബ്ദം വരാതിരിക്കുമ്പോൾ ആ ശബ്ദമായി കരച്ചിലായി ദൈവം മാറുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ കയീൻ കൊലപാതകയായപ്പോൾ അവന് വേണ്ടി ഹാബേലിന് വേണ്ടി പറയാൻ ഒരുത്തനുമില്ലാത്തപ്പോൾ ദൈവം ഹാബേലിന് വേണ്ടി പറയുന്നൊരു വാക്കുണ്ട്, അവൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കപ്പൊറുതിയില്ല എന്നാണ്. ദൈവം കരയുന്നു. ദൈവം എവിടുന്നാണ് വിളിക്കുന്നത്? ദൈവം കരയുന്നതാണ്
മരുഭൂമിക്കപ്പുറം. ഇവിടെ വായിക്കുന്നത് 3-ാം അധ്യായം ആദ്യമുള്ള വാക്യങ്ങളിൽ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോറേബോളം ചെന്നു. ഹോറേബ് എന്ന വാക്കിൻ്റെ അർത്ഥം വേസ്റ്റ് ലാൻഡ് എന്നാണ്. വേസ്റ്റ് ലാൻഡ്, മരുഭൂമിക്കപ്പുറം, ബിയോണ്ട് ദ വിൽഡർനെസ്, നോട്ട് ദ വിൽഡർനെസ്, പാഴ്ഭൂമി. ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? പാഴ്ഭൂമി. ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഇൻ ദ വേസ്റ്റ് ലാൻഡ്. ഉപയോഗശൂന്യമായിടത്ത്, മിസ്രൈമിൻ്റെ ഇഷ്ടികക്കളത്തിൽ ഉപയോഗശൂന്യമായി, ലിവിങ് ടൂളായി, ഇഷ്ടികക്കാരായി, ഇഷ്ടിക ചൂളയിൽ ഇഷ്ടികയുണ്ടാക്കുന്നവരായിട്ടല്ല അവിടുത്തെ വ്യാഖ്യാനം. പറവോന്റെ പീതോം, റാംസസ് എന്ന സംഭാര നഗരങ്ങളുടെ ഇഷ്ടികയായി തീർന്നവരുടെ അവർക്ക് വേണ്ടി ദൈവം കരഞ്ഞു എന്നാണ്. അപ്പോൾ ദൈവം കരയുമ്പോൾ കരയുന്ന വഴി നമ്മൾ വായിക്കുന്നു 3-ാം വാക്യത്തിൽ. മുൾപ്പടർപ്പിൽ നിന്ന് യഹോവയുടെ ദൂതൻ മോശ വരുന്നത് കണ്ടപ്പോൾ മോശെ മോശെ എന്ന് വിളിച്ചു. ദൈവം കരയുന്ന ശബ്ദത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരാണ് മുൾപ്പടർപ്പ്, ബേണിംഗ് ബുഷ്. ഈ മുൾപ്പടർപ്പിൻ്റെ അടുക്കിലേക്ക് മോശ വരികയാണ്. ഞാൻ എന്താ എന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് സാധാരണ കാര്യമാ സുഹൃത്തെ. എത്രയോ പ്രാവശ്യം യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഈ ഹോരേബോളം അവൻ ചെന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഈ മുൾപ്പടർപ്പിൻ്റെ അകത്തേക്ക് അവൻ പ്രവേശിച്ചിട്ടില്ല. ദൈവം കരയുന്നത് ഇൻസൈഡ് ദ ബേണിംഗ് ബുഷ്. ഈ മുൾപ്പടർപ്പിൻ്റെ അകത്ത് എന്താണ് മുൾപ്പടർപ്പ്? ബേണിംഗ് ബുഷ് ഇസ് എ സാക്രമെന്റൽ വിൻഡോ ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മീറ്റിംഗ് പ്ലേസ് ഓഫ് മോസസ് ആൻഡ് ഗോഡ്. ദൈവവും മോശയും തമ്മിൽ കണ്ടെത്തുന്ന ഇടമാണ് മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പ് എന്ന് പറഞ്ഞാൽ there is a dialogue between Moses and God. It is an unexpected presence of the Lord in the burning bush. പ്രിയപ്പെട്ടവരെ, ഈ ബേണിംഗ് ബുഷ് എത്രയോ എത്രയോ നമ്മുടെ മുമ്പിലുണ്ട്. മോശ അതിൻ്റെ അടുക്കൽ ഇപ്പോൾ മോശെ മോശെ എന്ന് വിളിച്ചിട്ട് പറയുക, ചെരുപ്പൂരിക്കള, ഒരു പുതിയ തോട്ട. വിൽഡർനെസ് എപ്പോഴും മോശയ്ക്കുള്ള പാഠമാണ്. ഇറ്റ് ഈസ് എ ഹോളി പ്ലേസ്. ഹോളി പ്ലേസ്. ഈ വരണ്ട ഊർവരമായ ഭൂമി വിശുദ്ധ ഭൂമിയാണ്. അവൻ്റെ ചിന്തയിൽ പോലുമില്ല ഇത് ഊർവര ഭൂമിയാണ്. നിങ്ങളുടെ മരുഭൂമിയുടെ അനുഭവങ്ങൾ എത്രയോ ഉണ്ട്. നിങ്ങൾക്ക് രോഗം വന്നത്, നിങ്ങൾക്ക് നിരാശ വന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് പറയാതെ വിവാഹം കഴിച്ചത് മരുഭൂമി അനുഭവമല്ലേ? നിങ്ങൾ ജീവിതത്തെ മറക്കാൻ ആവശ്യപ്പെടുന്ന അനുഭവമല്ലേ? അതുണ്ടായിരുന്നില്ലെങ്കിൽ. പക്ഷെ ഇവിടെ പറയുകയാണ്, ദാറ്റ് ഈസ് ദ ഹോളി പ്ലേസ്. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഈസ് ദ ഹോളി ടൈം. പറയാണ് ഈ മരുഭൂമിയുടെ അനുഭവം. പറയുക, റിമൂവ് യുവർ സാൻഡൽസ്. നിന്റെ ചെരുപ്പഴിച്ച് കളക. കഴിഞ്ഞ ദിവസം ക്രിസ്മസിൽ നമ്മൾ ധ്യാനിച്ചില്ലേ, കന്യക ഗർഭിണിയായി. കന്യക എന്ന വാക്കിൻ്റെ അർത്ഥം പാർത്തനോൻ എന്നാണ്. പാർത്തനോൻ. പാർത്തനോൻ മീൻസ് ടെമ്പിൾ ഓഫ് ഗോഡ്. ഈ നസറത്തിലെ ഗ്രാമത്തിലെ പാവപ്പെട്ട പെൺകുട്ടി ഇനി മുതൽ ദൈവത്തിൻ്റെ ദേവാലയമായി തീരുകയാണ്. എൽസബത്തിനെ പറ്റി പറയുന്ന എൽസാബേത്ത്. എൽ മീൻ ഗോഡ്, സാ മീൻസ് ലൈഫ്, ബേത്ത് മീൻസ് ഹോം. മക്കളില്ലാത്ത ഇവളോട് പറയാണ്, നീ ജീവന്റെ കൂടാരമാകുന്നു. നമ്മുടെ വിൽഡർനെസ്സിൻ്റെ അനുഭവങ്ങൾ വിശുദ്ധ അനുഭവങ്ങളായി മാറണം. മറക്കാൻ ചിന്തിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാക്കി നിങ്ങൾ രൂപപ്പെടുത്തണം. നിങ്ങളുടെ നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും കടങ്ങളും എന്തൊക്കെ വിൽഡർനെസ്സിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ പറയണം, ഇറ്റ് ഈസ് എ മീറ്റിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നോ? എബിയുടെ മോനാണ് ആദിക്. ആദിക്ക് മരിച്ചത് നിങ്ങൾ വായിച്ചില്ലേ? നമ്മുടെ കൗൺസിൽ മെമ്പറായിരുന്നു. 13 വർഷം കാത്തിരുന്ന കുഞ്ഞാണ് ആദിക്. സ്കൂളിൽ തൻ്റെ കൂട്ടുകാരിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോയപ്പോൾ അവൻ ആ 3-ാം നിലയെ പാരപ്പറ്റിൽ ഇറങ്ങിയാണ്. നമ്മൾ ചിന്തിക്കും, എന്തിനവൻ ഇറങ്ങി? അങ്ങനെ ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു അപ്പനും അമ്മയും അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എബി പറയുകയാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ, എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതാണ്.
ഈ 13 വർഷം കഴിഞ്ഞപ്പോൾ അവനെ കിട്ടി. ഇപ്പോൾ 13ാമത്തെ വർഷം ഞാൻ ദൈവത്തിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ പറയുകയാണ്, യഹോവ തന്നു, യഹോവയുടെ നാമം. ഇത് പറയാൻ എളുപ്പമാണ്, ഇപ്പം ഞാൻ അനുഭവിക്കുക. എബി പറഞ്ഞ എൻ്റെ പ്രസംഗത്തിൻ്റെ സാരം ഏതാണെന്നറിയാമോ? ദിസ് വിൽഡർനെസ് ഈസ് ദ ഹോളി പ്ലേസ്. ഈ മരുഭൂമിയുടെ സമയമുണ്ടല്ലോ, ഈ മരണത്തിൻ്റെ സമയം, എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്ന സമയമാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന കരങ്ങളിലൊരുത്തൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദൈവം നിങ്ങളെ കണ്ടെത്തുന്ന സമയങ്ങളാണെന്ന് തിരിച്ചറിയണം. മാത്രമല്ല, നീ അടിമകളെ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഈ അടിമകളെ വീണ്ടെടുക്കുമ്പോൾ ഓർത്തില്ലേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അടിമകൾക്ക് ആഭരണമാണ് സുഹൃത്തെ ചെരുപ്പ്. നീ നിന്നെ തന്നെ ഒന്ന് മറന്ന് നിന്റെ വേഷഭൂഷാദികൾ മാറ്റി നീ കടന്നു വരണം. ദൈവം കരഞ്ഞു. ഗോഡ് വെപ്റ്റ്. ഒരാൾക്ക് കരയണമെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. പത്തനംതിട്ട കളക്ടറായിരുന്ന ദിവ്യ എസ് അയ്യർ പരുമല സെമിനാരിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അവരുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ പോയ പ്രസംഗങ്ങളിലെല്ലാം ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിലെ പരിശീലനത്തിനിടയ്ക്ക് അവരോട് പറഞ്ഞു, ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മളിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അവരെ 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ആ ഹോട്ടൽ എത്തി. ആ ഹോട്ടലിൻ്റെ പേരിതാണ് ഡയലോഗ് ഇൻ ദ ഡാർക്ക്, ഇരുട്ടിലെ സംഭാഷണം. ഹോട്ടലിൻ്റെ ലോബിയിൽ വെച്ച് അവരോട് പറഞ്ഞു, വെളിച്ചം വരുന്ന ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. മൊബൈൽ മാറ്റി, വാച്ച് മാറ്റി. അവർക്കെല്ലാം ഒരു ഊന്നുവടികൾ കൊടുത്തു. അപ്പോൾ അവർക്കൊരു ഗൈഡുണ്ട്. ഇവർക്ക് കിട്ടിയ ഗൈഡിൻ്റെ പേരാണ് വെങ്കടേഷ്. വെങ്കടേഷ് പറഞ്ഞു, ഇനി ഞാനാണ് അടുത്ത 2 മണിക്കൂർ നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ നിങ്ങളെ നടത്താം. ഹോട്ടലിൻ്റെ മുൻപിലെത്തി അവർ കാണുകയാണ് ഡയലോഗ് ഇൻ ദ ഡാർക്ക്. മുറി തുറന്നു, കുറ്റാക്കൂരിട്ട് ആരും കാണത്തില്ല. വെങ്കടേഷ് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കൂടുണ്ട്. ഫോളോ മീ, ഹിയർ മൈ ഇൻസ്ട്രക്ഷൻസ്. വെങ്കടേഷ് പറയുകയാണ്, 5 ചുവട് വെക്കൂ, ഇടത്തോട്ട് തിരിയൂ. 5 ചുവട് വെച്ചു, ഇടത്തോട്ട് തിരിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ വെങ്കടേഷ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒരു സ്ട്രീംസ്, ഒരു അരുവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? വെള്ളത്തുള്ളി മേലോട്ട് വീഴുന്നു, ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ അടുത്ത അരുവിയുണ്ട്, തെന്നുന്ന പാറയിലായി ഇപ്പം നിൽക്കുന്നത്, സൂക്ഷിച്ച് നടക്കും, എൻ്റെ കൂടെ നിന്നാൽ മതി. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇടതുവശത്ത് ഹൈപ്പർ മാർക്കറ്റുണ്ട്, നിങ്ങൾക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം, പൈസ കൊടുക്കണം. ഉരുളക്കിഴങ്ങ് എങ്ങനെ വാങ്ങിക്കും നിങ്ങൾ പറ? നമ്മൾ കണ്ടാണ് ഇതുവരെ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുന്നത്. പരിപ്പ് എങ്ങനെ വാങ്ങിക്കും? എല്ലാം ഏകദേശം ഇന്ന് മുതൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ആകൃതി തൊട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആകൃതി വരുമ്പോൾ മനസ്സിലാവും. നാരങ്ങ ആകൃതി കൊണ്ട് കണ്ടുപിടിക്കൂ, മണത്ത് കണ്ടുപിടിക്കൂ. അങ്ങനെ കൊടുത്തു. അവർ പറഞ്ഞു, ഒരു സ്റ്റേഷനുണ്ട്, പേഴ്സിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുത്താൽ അവർ തിരിച്ചു തരും, കുറച്ച് കൊടുത്താൽ പേഴ്സിൽ നിന്ന് പൈസ എടുക്കും. അങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞു. അവസാനം അവരോട് പറഞ്ഞു, ഇനിയും ഒറ്റ ടാസ്ക് കൂടെ ഉള്ളൂ, നമുക്ക് ഭക്ഷണം കഴിക്കണം. യഥാർത്ഥത്തിൽ ഡയലോഗ് ഇൻ ദ ഡാർക്കിലേക്ക് പ്രവേശിച്ചു. ഇനി ഹോട്ടലിലേക്ക് കയറാം, പക്ഷേ ഒരു വള്ളം തുഴഞ്ഞു വേണം പോകാൻ. ഞാനുണ്ട്, പേടിക്കണ്ട. അവരുടെ കൈക്ക് പിടിച്ച് ഈ കൊച്ചു യാനത്തിൽ, വള്ളത്തിൽ അവരെ കയറ്റി. അവരുടെ കൈകളിൽ ഓരോ തുഴ കൊടുത്തു. തുഴഞ്ഞു പോവുകയാ. ഹോട്ടലിലെത്തി. എങ്ങനെ ഓർഡർ ചെയ്യും? ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്തു. കണ്ട് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. മണത്ത് മസാല ദോശയുടെ മണം കേട്ടപ്പോൾ മനസ്സിലായി. തൊട്ട് ഉഴുന്നുവട പെട്ടെന്ന് വിട്ട് കിട്ടും. തൊട്ട് കണ്ട് അവർ കഴിച്ചു. പൈസ കൊടുത്തു, ഇറങ്ങി വന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു. അവർ ഭയങ്കര സന്തോഷമായി. വെങ്കടേഷിനെ അവർ കെട്ടിപ്പിടിച്ചു. നീ ഉള്ളത് കൊണ്ട് മാത്രം ബായി പറഞ്ഞു പോവുകയാണ്. പോകാൻ നേരം ഈ വെങ്കടേഷ് ഒരു കണ്ണട ധരിച്ചിട്ടുണ്ട്. ഈ കണ്ണട ഊരി അവരന്തിച്ചു പോയി. അവനൊരു അന്ധനാണ്. ഈ 2 മണിക്കൂറും ഈ കുറ്റാക്കൂരിട്ടിലൂടെ തങ്ങളെ നയിച്ചത് ഒരു അന്ധനാണ്.
അന്തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എങ്ങനെയാണെന്ന് പഠിച്ചത് അങ്ങനെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ ഇടവകയിൽ പലരും ദേഷ്യപ്പെടത്തില്ലേ? അവരൊക്കെ പല കാര്യത്തിലും പ്രതിസന്ധിയുള്ളവരാണ്. അവരുടെ ജീവിതാനുഭവത്തിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിച്ചാൽ അയ്യോ, നമുക്ക് ക്ഷമിക്കാനുള്ളതേ ഉള്ളൂ. ദൈവം കരയാൻ കാര്യം മിസ്രൈമിൽ തകർന്നവരായി അവൻ മാറിയത് കൊണ്ടാണ്. ഗോഡ് വെപ്റ്റ്. 3, ഗോഡ് ഡിസൈൻഡ്. ദൈവം രൂപപ്പെടുത്തി. ദൈവം മോശയെ രൂപപ്പെടുത്തിയ 4 വഴിയിലാണ്. പുറപ്പാട് ദിവസം 3-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ. ദൈവം അവനെ രൂപപ്പെടുത്തി. ദൈവം അവനോട് പറഞ്ഞു, നിന്നെ വിളിക്കുന്നു, വാ, ഇത്രോവിൻ്റെ ആടുകളെ വിട്ടിട്ട് വാ. ഇതെല്ലാം പറഞ്ഞിട്ട് മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇസ്രായേൽ മക്കളെ വിടുവിപ്പാനും മിസ്രൈമിലെ ഫറവോൻ്റെ അടുക്കൽ പോകാനും ഞാൻ എന്തുള്ളൂ? He designed himself. He designed his identity. Who am I? ഞാൻ എന്തുള്ളൂ? എന്തിനാ മോശ അത് പറഞ്ഞത്? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഇവൻ്റെ ബാഡ് എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞത്. കാരണം ഫറവോൻ ഇവനെ കൊല്ലാൻ ചിന്തിക്കുന്നു എന്നൊരു കാര്യമാണ്. ഇസ്രായേലിലെ തൻ്റെ സഹോദരങ്ങൾ തന്നെ ധിക്കരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവൻ പറയുന്നത് ഞാൻ എന്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും പറയുന്നൊരു കാര്യമാണ്, കർത്താവേ, ഞാൻ ഏഴയാന്നേ, പുഴുവാന്നേ, ചാരമാന്നേ, മഹാദോഷിയാന്നേ. ഇടയ്ക്ക് പറഞ്ഞ കുഴപ്പമില്ല. പണ്ടൊരു പ്രസംഗ മത്സരത്തിന് ചെന്നപ്പോൾ ആ ആൾ പറഞ്ഞ, കർത്താവേ, ബലയാമിൻ്റെ കഴുതയെ കൊണ്ട് പ്രസംഗിപ്പിച്ച കർത്താവ്, വർത്താനം പറഞ്ഞിച്ച കർത്താവ് ഈ കഴുതയും കൊണ്ടും സംസാരിപ്പിക്കണമേ. നമ്മൾ മിക്കവാറും പറയും, ഹു ആം ഐ? ഞാൻ ആരാ? 1 Peter chapter 2 verses 9 and 10. നമ്മൾ ആരാണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ ജനം, സ്വന്തം ജനം, വിശുദ്ധ വർഗം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ജനം. മുമ്പേ കരുണയില്ലാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. അവരാ പറയുന്നത്, ഞാൻ പുഴുവാന്നേ, ഓ ഞാൻ കഴുതയാന്നേ. മോശ പറയുക, എനിക്കെന്തുണ്ട്? നീ ഒന്ന് നോക്കൂ. തിങ്ക് അബൌട്ട് യുവർ ഇൻഹെറിറ്റൻസ്. നിനക്ക് ഫറവോന്റെ കൊട്ടാരത്തിലെ ഇടത്താവളങ്ങളിലെല്ലാം കളിപ്പാട്ടം കൊണ്ട് നടക്കാൻ പറ്റിയവനാണ് നീ. അന്ന് ആ രാജ്യത്തിലെ ഏറ്റവും നല്ല കളിപ്പാട്ടങ്ങൾ നിനക്ക് ലഭിച്ചവനാണ്. രാജ്ഞിയ എന്ന് പറയുന്ന ഈ ഫറവോന്റെ പുത്രിയെ എന്ന് പറയാം. നമുക്ക് മോദിയെ ഒന്നും അറിയേ വേണ്ട, നമ്മുടെ ഫോട്ടോയിൽ കണ്ടാൽ പറയും സ്വന്തമാണെന്ന് പറയും. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ജനിച്ചു കൊള്ളുന്നവനാ. അവൻ പറയുക, ഞാൻ എന്തുള്ളൂ? യു ആർ എ ജൂയിഷ് സിറ്റിസൺ. നീ ഒരു പൗരനല്ലേ? നിന്റെ സഹോദരനോട് നീ കൊണ്ടുവരേണ്ട നിന്റെ ചുമതലയല്ലേ? ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാമോ? പഴയ ചില ഓർമ്മകൾ ഉണ്ട്. നമ്മൾ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ പഴയ ചില തെറ്റ് ഓർമ്മകൾ വെച്ച് നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. അച്ഛന്മാരൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെറിയോ പാവങ്ങളുടെ വീട്ടിൽ വരുമോ ചോദിക്കുക. മലയാളം മണ്ടയ്ക്ക് അച്ഛാ പ്രാർത്ഥന അച്ഛന് വരാൻ പറ്റും. പഴയ ഏതോ ഒരു ഓർമ്മയാണ്. അങ്ങനെയാണോ? അല്ല. വീട്ടിൽ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഭാര്യ അന്നേരം വെച്ച കറി കൊള്ളത്തില്ലേലും നമ്മൾ പഴയ കഥയാണ് പറയുന്നത്. നീ വന്ന കാലം മുതൽ ശരിയായിട്ടില്ല. അന്നേരത്തെ കാര്യം പറഞ്ഞാൽ പ്രശ്നമില്ല. വി ആർ ക്രിയേറ്റിംഗ് എ സ്റ്റോറി. ഈ സഭ കൊള്ളുകയില്ല. ഇത്രയും കോളേജ് ഉണ്ടായിട്ടും എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ അങ്ങോട്ട് ഒരു 10,000 കോളേജ് ഉണ്ടാക്കണം. പഴയ സ്റ്റോറി വെച്ച് പറയുക, ഞാൻ എന്തുള്ളൂ. 2, ഹി ഡിസൈൻ ഹിസ് ഫെയ്ത്ത്. 3-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. മോശ ദൈവത്തോട് ചോദിക്കുക, നീ ആരാ? ഇസ്രായേൽ മക്കളുടെ അടുത്ത് ചെന്ന് നീ ആരാന്ന് പറയണം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാ. എങ്ങനെയാ അവൻ്റെ വിശ്വാസത്തെ ഇവൻ രൂപപ്പെടുത്തിയത്? മോശയോട് ദൈവം പറയുന്നു, നീ മിദ്യാനിലെ പുരോഹിതന്റെ ദൈവങ്ങളെ കണ്ടിട്ടുള്ളൂ,
നീ ശീലിച്ചത് ഫറവോനെയും ഫറവോനുണ്ടാക്കിയ ദൈവങ്ങളെയുമാണ്. ആ ദൈവമല്ല, ഈ ദൈവം ഇസ് എ എറ്റേണൽ ഗോഡ്, നിത്യനായ ദൈവമാണ്. മാത്രമല്ല 2-ാമധ്യായത്തിൻ്റെ 23 വാക്യങ്ങളിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും നിയമം ഉണ്ടാക്കിയ, കവനൻ്റ് ഉണ്ടാക്കിയ ദൈവമാണ്. ഈ ദൈവം എന്നോടും നിങ്ങളോടും എല്ലാവരോടും ഒരു കവനൻ്റ് ഉണ്ടാക്കിയ ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ വിശ്വാസത്തെ, ഈ ദൈവത്തിന് പറയുന്ന പേരെന്തുവാണെന്നറിയാമോ? ഇമ്മാനുവേല. അവൻ കൂടെ ഇരിക്കുന്നവനാണ്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഈ കോവിഡ് ബാധിച്ച സമയത്ത് ഒരു ശ്വാസം എടുക്കാതെ വരുമ്പോൾ, ആ മീറ്ററിൽ 94 അപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ചങ്ക് പിടയ്ക്കും. ആ ശ്വാസം എടുത്ത് രക്ഷപ്പെട്ടവരല്ലേ എത്രയോ പേര് മരിച്ച സ്ഥാനത്താണ് നീ നിന്നത്. എന്തുകൊണ്ടാണ്? ദൈവം കൂടെ നിന്നോണ്ടാ. പ്രൈസ് ദ ലോർഡ്. ദൈവം എൻ്റെയും നിൻ്റെയും എന്താ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ? ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഒരു വലിയ ശക്തി എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നതിനപ്പുറമായി എന്നെപ്പോലൊരാൾ എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നാണ്. എന്നെപ്പോലൊരാൾ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഇത് ക്യാൻസർ ബാധിതരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ക്യാൻസർ ബാധിതനായി ഒരുത്തൻ നിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം 18 വാക്യങ്ങളിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഈ ദൈവം എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണ്. ഈ ദൈവം അതാ ഞാനാകുന്നവൻ ഞാനാകും. വിശ്വാസത്തെ അവൻ്റെ രൂപപ്പെടുത്തി. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോവുക. ഈ സഭയുടെ വിശ്വാസത്തെ രൂപപ്പെടുത്താൻ നമുക്ക് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ മാസം ഭോപ്പാലിൽ കൺവെൻഷൻ ചെന്നപ്പോൾ പണ്ടുള്ള ലാഡ്ഗാഡ്ജി ചർച്ചിൽ ഇപ്പോൾ ആളില്ല, കുറേ പേരേ ഉള്ളൂ. ആദ്യം എല്ലാവരും പോയ സ്ഥലമാണ്. അവർ പറഞ്ഞു, പണ്ടൊരാളിവിടെ വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ഇവിടെ ഒരു മർത്തോമ പള്ളിയുണ്ടോ, ഇവിടെ ഒരു അച്ഛനുണ്ടോ. അന്നച്ഛന്മാരില്ല. മർത്തോമക്കാരനുണ്ടോ? അപ്പോൾ എന്തു ചെയ്യും? അവരെല്ലാം കൂടെ കൂടിച്ചേരും, ഒരാരാധന തുടങ്ങും, പൈസ കണ്ടെത്തും, ഒരു പള്ളി വയ്ക്കും, അച്ഛനെ വരുത്തും, പള്ളി എഴുതി സഭയ്ക്ക് കൊടുക്കും. ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത് എന്തുവാ എന്നറിയാം? കാനഡയിലേക്ക് വിടും, ഒരാരാധനയ്ക്ക് പോകണം. ഏത് അപ്പം പറഞ്ഞു കൊടുക്കും? മോനെ മാർത്തോമ പള്ളി കണ്ടുപിടിച്ച് പോകണം. അപ്പോൾ ചെറുക്കൻ അവിടെ പറയും, അമ്മേ മാർത്തോമ പള്ളി ഒരു 25 മൈൽ അപ്പുറത്താണ്. ഓ താങ്ക് ഗോഡ്. അതിനടുത്ത് വേറെ പള്ളിയുണ്ടോ? ഒരു കോർണർ സ്റ്റോൺ ചർച്ചുണ്ട്. മതിയടാ, വേറെ ഒരു സമയം പഠിപ്പിക്കുകയില്ല. നമ്മുടെ ആളുകൾ പറയുന്നത്, നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞാൽ മതി, ഏതെങ്കിലും പള്ളി പോയാൽ മതി. അപ്പോൾ അപ്പം പറഞ്ഞു കൊടുക്കും, അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കും, ആ ടൈം സേവ് ചെയ്യാമല്ലോ, ചെലവുമില്ലല്ലോ, തൊട്ടൽ അടുക്കൽ അങ്ങോട്ട് കയറിയാൽ മതി. ഈ സഭയെ വിശ്വാസത്തിൽ നിലനിർത്താൻ പ്രിയ സുഹൃത്ത്, എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും എന്ത് പ്രയത്നം നമ്മുടെ മാതാപിതാക്കൾ ചെയ്തതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. God want to design this your faith. നീ ശീലിച്ച വിശ്വാസം, നീ ശീലിച്ച കമ്മ്യൂണിറ്റി, അതിനെ രൂപപ്പെടുത്താൻ ദൈവം നിന്നെ വിളിക്കുകയാണ്. God designed. Last, God designed his resources. മൂന്നാമത്, ദൈവം അവൻ്റെ റിസോഴ്സിനെ ഡിസൈൻ ചെയ്തു. 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, പുറപ്പാട് പുസ്തകം. മോശ ദൈവത്തോട് ചോദിക്കുക, ഞാൻ ഈ ഫറവോൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഫറവോൻ എന്നെ കളിയാക്കി വിടും, ആകപ്പാടെ ഞാൻ ഒന്നുമില്ല, ഞാൻ എന്തുള്ളൂ, എനിക്ക് വിശ്വാസത്തിൻ്റെ ബലമില്ല, നിന്നെ പറ്റിയുള്ള ധാരണയില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ മോശയോട് ദൈവം ചോദിച്ചു, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത്? അപ്പോൾ പറഞ്ഞു, ഒരു വടി. ആ വടി അത്ഭുതത്തിൻ്റെ വടിയാ. If you submit your staff in the hands of the Yahweh, God wants to design it. ഈ കൊച്ചു വടി ഒരു പക്ഷേ ഇത്ര കൊടുത്ത വടിയാകാം, അല്ലെ മരുഭൂമിയിൽ നിന്ന് കണ്ടെടുത്തിയ വടിയാകാം. ഈ വടി ചെങ്കടലിനെ വിഭാഗിച്ച വടിയാക്കി അവൻ മാറ്റി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ
ഈ ചെങ്കടലിനെ വിഭാഗിച്ച വടിയാക്കി മാറ്റി. സംഖ്യാപുസ്തകം 13-20 വാക്യം വായിക്കുമ്പോൾ, കാദേശ മരുഭൂമിയിൽ വെള്ളമില്ലാതിരുന്നപ്പോൾ ഈ വടി ജലം കാണിച്ച വടിയായി മാറി. 4-ാം അധ്യായത്തിൻ്റെ 20 വാക്യം നിങ്ങൾ വായിക്കൂ. മോശ ദൈവത്തിൻ്റെ വിളി കേട്ട് മിസ്രൈമിലേക്ക് പോകുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വാക്ക്, അവൻ തൻ്റെ ഭാര്യയായ സിപ്പോറയെയും തൻ്റെ മക്കളെയും കഴുതപ്പുറത്ത് കയറ്റി യഹോവയുടെ വടിയും അവനെടുത്തു. ഇതുവരെയും അവൻ്റെ വടിയായിരുന്നതിനെ അവൻ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു. എന്താ? ഇത് ദൈവത്തിൻ്റെ വടിയാ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം ചെയ്യാൻ നിന്റെ വടി. പിന്നെ പറയുന്ന രണ്ടാമത്തെ റിസോഴ്സാണ് യുവർ ഹാൻഡ്. നിന്റെ കരത്തെ ദൈവം രൂപപ്പെടുത്തും. ദൈവം നിന്റെ കരത്തെ ഈ ദൈവത്തിൻ്റെ കരമാക്കി ഈ കരത്തെ രൂപപ്പെടുത്തുമ്പോൾ ദൈവത്തിന് ഇരട്ടി ശക്തിയാണ്. നമ്മൾ കൂട്ടായ്മയിലൊക്കെ പലത് പറയുന്നതാണ്. അവൻ പണങ്ങിയോ, അവൻ്റെ പാട്ടിന് പോട്ടെ പറയും. അവൾ വരണ്ട. ദൈവത്തിൻ്റെ കൈ ബലഹീനമാക്കരുത്. നമ്മുടെ സുശേഷ വേലയ്ക്കോ ശുശ്രൂഷയ്ക്കോ നമ്മുടെ പേഴ്സ് തുറന്ന് പൈസ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തെ ബലഹീനമാക്കാൻ പാടില്ല. ഈ റിസോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. എന്താ പറയുന്നതെന്നറിയാമോ? ഈ പറയുക, വിധവയുടെ ചില്ലിക്കാശ്. വിധവയുടെ ചില്ലക്കാശ് എന്ന റിസോഴ്സിനെ ദൈവത്തിൻ്റെ കരം കൊടുത്തപ്പോൾ അത് ഇന്ന് നമ്മൾ ഓർപ്പിക്കുന്ന ചില്ലിക്കാശായി മാറി. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ റിസോഴ്സിനെ കൊടുക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഗോഡ് വാണ്ട് ടു ചേഞ്ച്, ഡിസൈൻ യുവർ റിസോഴ്സസ്. ഈ 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഒരു പള്ളിക്ക് സഖ്യകക്ഷികൾ ബോംബിട്ടപ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ വലിയൊരു പ്രതിമയുണ്ടായിരുന്നു യേശുവിൻ്റെ. അതെല്ലാം പൊട്ടിപ്പോയി. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വലിയൊരു ശില്പിയെ വിളിച്ചു. പലരും വന്ന് പരാജയപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഇത് മനോഹരമായി ഞാൻ റീക്രിയേറ്റ് ചെയ്തു തരാം. പിറ്റേ ആരാധനയ്ക്ക് വന്നപ്പോൾ അവർ കണ്ടത് അദ്ദേഹം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നറിയാമോ? ഈ കൈ പ്രതിമയുടെ, യേശുവിൻ്റെ പ്രതിമയുടെ കൈ പോയ സ്ഥാനത്ത് ഇദ്ദേഹം ഒരു എഴുത്തെഴുതി വെച്ചു. സഖ്യകളുടെ ബോംബാക്രമണത്തിൽ എൻ്റെ കരം നഷ്ടപ്പെട്ടു. ക്യാൻ യു ഗീവ് യുവർ ഹാൻഡ്സ്? നിൻ്റെ കരം എനിക്ക് തരാം. എൻ്റെ കാലുകൾ മുടന്താണ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ക്യാൻ യു ഗീവ് യുവർ ലെഗ്സ്? സ്നേഹിക്കാൻ എൻ്റെ ഹൃദയം തകർന്നു, നിൻ്റെ ഹൃദയം തരാമോ? ഈ 2023 ദൈവം എൻ്റെയും മുമ്പിൽ, നിങ്ങളുടെയും മുമ്പിൽ ചോദിക്കുകയാണ്, ഈസ് റെഡി ടു ഡിസൈൻ യുവർ റിസോഴ്സസ്. കർത്താവേ, ഞാൻ തരാം. എൻ്റെ കരുത്തെ തരാം, ചിന്തകളെ തരാം, എൻ്റെ സർവ്വത്തിനെയും ഞാൻ തരാം. 4, God want to design his dialect. ദൈവം അവൻ്റെ ഭാഷയെ രൂപപ്പെടുത്തി. 4-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഇത്രയെല്ലാം ദൈവം പറഞ്ഞിട്ട് മോശ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എല്ലാം എഗ്രീഡ്, പക്ഷേ എന്നെ വേണ്ട, വേറൊരുത്തനെ അയക്കണമേ. എനിക്ക് വർത്താനം പറയാൻ അറിയത്തില്ല. പല പള്ളിയിലെയും പ്രശ്നം വർത്താനം പറയാൻ അറിയത്തില്ല എന്നുള്ളതാണ്. നാക്ക് കറക്റ്റ് ഉപയോഗിക്കാറ്. വീട്ടിലെ പ്രശ്നം എന്താ? നാക്ക് കറക്റ്റ് ഉപയോഗിക്കാൻ അറിയത്തില്ല. കർത്താവേ, വർത്താനം പറയുന്നുണ്ട്, കൂടുതലായി പോവുക, പറയേണ്ടത് പറയുന്നില്ല, പറയേണ്ടാത്ത സമയത്തുള്ളതെല്ലാം കൂടെ പറഞ്ഞു വെക്കൂ. ഞാൻ തടിച്ച നാവുള്ളവനാ. അപ്പം ഗോഡ് പറഞ്ഞു, ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞു? യഹോവ പറഞ്ഞു, പറയണ്ട, നീ എന്തിനാ സംസാരിക്കുന്നത്? വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ അഹറോൻ നിനക്ക് വേണ്ടി സംസാരിക്കും. This God is a God of alternatives. യോഹന്നാൻ ചാപ്റ്റർ 2, ജോൺ ചാപ്റ്റർ 2, കാനാവിലെ കല്യാണം നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് വീഞ്ഞിന് പകരം വീഞ്ഞേ ഉള്ളെന്നാ. എന്നാൽ കർത്താവ് പറഞ്ഞു, വീഞ്ഞിന് പകരം പച്ചവെള്ളമുണ്ട്. നിന്റെ വീട്ടിൽ എന്തേ തീർന്നുള്ളൂ? വീഞ്ഞേ തീർന്നു പോയുള്ളൂ. അതിന് പകരം എന്തുണ്ട്? പച്ചവെള്ളമുണ്ട്. അത് വീഞ്ഞായി രുചിക്കാൻ ഒരു നാക്കുമതി. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന റിസോഴ്സിനെ ഒന്ന് ആലോചിക്കൂ. ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഓൾട്ടർനേറ്റീവ്സിനെ, ബദലിനെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. എന്തൊക്കെ സാധ്യതകൾ. ദൈവം പറഞ്ഞു, നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി സംസാരിക്കും.
ഗോഡ് വാണ്ട് ടു ഡിസൈൻ ഹിസ് റിലേഷൻഷിപ്പ്. നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി ബന്ധപ്പെടും, റിലേഷൻഷിപ്പ് സൂക്ഷിക്കും. ഈ 2023 ദൈവം നമ്മുടെ ബന്ധങ്ങളെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുക. നീ റെഡിയാന്നോ? കർത്താവേ, ഞാൻ പിണങ്ങിയിരുന്ന നിസാരമായി പഴയ സ്റ്റോറി ഉണ്ടാക്കി, പഴയ വിൽഡർനെസ് ആൻഡ് അനുഭവങ്ങൾ പറഞ്ഞ് പിണങ്ങിയിരുന്ന ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? ദൈവം നിൻ്റെ സംസാരത്തെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുക, ബന്ധങ്ങളെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഗോഡ് ഡിസൈൻസ്, ദൈവം രൂപപ്പെടുത്തുന്നു. രഘുനാഥ് പാലേരി ഒരു തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ജോലി കഴിഞ്ഞ് അദ്ദേഹം ട്രെയിൻ വന്നിറങ്ങി. ചാറ്റ മഴയാണ്. മാസത്തിലൊരിക്കൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതൊക്കെ ഒരു മാർക്ക് ഫോഴ്സ് അംബാസഡർ കാറാണ്. അന്ന് വന്ന് സന്ധ്യയായപ്പോൾ കാറ് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അവനെന്തിയേ? അയ്യോ, അവനുണ്ടായിരുന്നത് നല്ലതായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്നപ്പോഴേ ഒരു ഓട്ടോക്കാരൻ വന്നു. സാർ എവിടെ പോകണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ സ്ഥലത്ത് പോകണം. സാറേ, 30 കിലോമീറ്റർ ഉണ്ട്, 120 രൂപ തന്നാൽ മതി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, രഘുനാഥ് ചിന്തിച്ചു, മറ്റവനാണെങ്കിൽ 300 രൂപയ്ക്ക് ഉള്ളു കൊടുക്കണം, 120 മതി. എന്നാലും ഈ രഘുനാഥിന് ഈ മാർക്ക് ഫോർ അംബാസഡർ കാറേ പോകാനാണ് ഇഷ്ടം. വർഷങ്ങളായിട്ട് അവൻ്റെ സുഹൃത്താണ്. അവൻ്റെ ഈ കാറേ കയറി നഗരം ചുറ്റി പോകുന്നൊരു സന്തോഷമാണ്. ഈ പറയുന്നതിനിടയ്ക്ക് ഈ ഓട്ടോക്കാരൻ അവൻ്റെ ബാഗ് എടുത്ത് ഓട്ടോയിൽ വെച്ച് യാത്ര തുടങ്ങാൻ തുടങ്ങി. ഉടൻ മാർക്ക് ഫോർ അംബാസഡർ കാർ വരുന്നു. ഈ അംബാസഡർ കാറ് ഈ ഓട്ടോയുടെ കുറുക്ക് കൊണ്ടിട്ടു. ഭയങ്കര വഴക്കായി, തൊഴിൽ തർക്കമാണ്. ഞാനാടാ സാറിനെ എല്ലാ മാസം കൊണ്ട് വിടുന്നത്, ഇറക്ക, ഇവനെ പിടിക്കാനൊക്കെ തുടങ്ങി. വളരെ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഓട്ടോക്കാരൻ ഇവനെ വെട്ടിച്ച് ഈ രഘുനാഥിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഓടി ഓടി വീടിൻ്റെ അടുത്ത് ചെന്നു. ബാഗെടുത്ത് പോർച്ചിൽ വെച്ച് നോക്കിയപ്പോൾ മാർക്ക് ഫോർ അംബാസഡർ കാറ് ലൈറ്റിട്ട് പുറകെ വരികയാണ്. രഘുനാഥ് ചിന്തിച്ചു, ഭയങ്കര പ്രതിസന്ധിയാകും, ഈ തൊഴിൽ തർക്കം ഒരു കൊലപാതകത്തിൽ എന്നെ ശിക്ഷിക്കും. പേടിച്ചിരുന്നപ്പോൾ ഈ ഓട്ടോയ്ക്ക് കൊണ്ട് മാർക്ക് ഫോർ അംബാസഡർ കാറ് കുറുക്കിട്ടിട്ട് രഘുനാഥിനോട് ഈ കാറുകാരൻ പറയുക, സാർ, ഇവനോട് പറയണം 2 മാസം കൂടെ റെസ്റ്റ് എടുക്കാൻ പറയണം ഡോക്ടർ സാർ. ഇവൻ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞതാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ ഇളയ സഹോദരനാണ്. കഴിഞ്ഞ 4 മാസമായി ഇവനും ഇവൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഞാനാ ചെലവിന് കൊടുക്കുന്നത്. 2 മാസം കൂടെ ഞാൻ ചെലവിന് കൊടുക്കാൻ സാർ. ഇവനത് വേണ്ട എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുക. ഇവൻ മരിച്ചാൽ എനിക്കല്ലേ സാറേ പോകുന്നത്? ഗോഡ് വാണ്ട് ടു ഡിസൈൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ബന്ധങ്ങളെ, സുഹൃത്തെ, ഈ ജീവിതം പൊടിയാകട്ടോ. ഇന്ന് കാണും, നാളെ പോകും. ഓർത്തിരിക്കാൻ ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഗാഡ് കോൾഡ്, ഗോഡ് വെപ്റ്റ്, ഗോഡ് ഡിസൈൻഡ്. ലാസ്റ്റ്, ഗോഡ് കോൾ ബാക്ക്. ദൈവം മോശയെ തിരിച്ചു വിളിച്ചു. ഈ യാത്ര മുന്നോട്ട് പോയി. ഏകദേശം 40 വർഷം മരുഭൂമിയിൽ കൂടെ ഇവർ യാത്ര ചെയ്തു. ദൈവം തിരിച്ചു വിളിച്ചപ്പോൾ 3 കാര്യങ്ങൾ മോശ ചെയ്തു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 31-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ 7-ഉം 8-ഉം വാക്യങ്ങൾ. ഹീ കണക്റ്റഡ് ജോഷുവയെ അവൻ തനിക്ക് വേണ്ടി നിയോഗിച്ചു. ജോഷുവയോട് പറയുക, യഹോവ നിനക്ക് മുമ്പായി നടക്കും, അവൻ നിന്നോട് കൂടെയുണ്ട്. ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് നീ കൊണ്ടുപോകണം പറയുക. നമ്മുടെ എല്ലാം ആഗ്രഹം, നമ്മളൊരു കാര്യം കഴിഞ്ഞാൽ പിന്നെ പുറകെ വരുന്നവനെല്ലാം കുളമാക്കണമെന്ന്. ഞാൻ ചെയ്ത പോലെ അവൻ ചെയ്യരുത്. അവനെങ്കിലും എന്നെക്കാളും നല്ലപോലെ ചെയ്ത എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. ബെസ്റ്റായിട്ടുള്ള ആളിനെ വിളിച്ച് പറയുക, ഹി അപ്പോയിൻറ്റഡ് ജോഷുവ. 2, ഹി സാങ് എ സോങ്. 32-ാം അധ്യായത്തിൽ അവനൊരു പാട്ട് പാടി. ഈ പാട്ട്, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ പാട്ട് ഭയങ്കര പാട്ടാണ്. ഈ പാട്ട് നമ്മൾ വായിച്ചാൽ ദ പ്രൊവിഡൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കരുതലിൻ്റെ പാട്ട.
അതിലെ ഒരു കരുതലിൻ്റെ വാക്ക് 11-ാം വാക്യത്തിലുണ്ട്. 32-ാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കൂ. യഹോവ നിന്നെ കരുതുന്നു, പ്രൊവിഡൻസ് ആണ്. 11-ാം വാക്യത്തിൽ കഴുകൻ തൻ്റെ കൂടിളക്കി കുഞ്ഞുങ്ങളെ പറക്കാൻ ശീലിപ്പിക്കുന്നു. തള്ളക്കഴുകൻ കുഞ്ഞിനെ പറക്കാൻ ശീലിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം. കൂടിളക്കി താഴോട്ട് പിള്ളേരെ ഇടും. പല പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പഠിക്കും. പഠിച്ചു കഴിയുമ്പോൾ കൂടിളക്കിക്കളയും. അപ്പോൾ പിള്ളേർ താഴോട്ട് വീണ് പറക്കും. തള്ള പുറകെ പറക്കും. ഏകദേശം പറയപ്പെടുന്നത് 1/2 കിലോമീറ്റർ പറക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഈ കുഞ്ഞിനെയും വീഴത്തില്ല. ഉറച്ചു കഴിയുമ്പോൾ പിള്ളേർ പറന്ന് പുതിയ കൂട് തേടി പോകും. അമ്മ തിരിച്ച് പറന്നു പോകും. പിന്നെ അമ്മയും മക്കളും തമ്മിൽ ഒരിക്കൽ പോലും കാണത്തില്ല. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഹി ഹാസ് ഗിവൺ ഹിസ് ഈഗിൾസ്? കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാ? എ പോസിറ്റീവ് പുഷ്. എ പോസിറ്റീവ് പുഷ്. മരുഭൂമി യാത്രയിൽ 40 വർഷം അവർക്ക് ഓരോ പുഷ് പോസിറ്റീവായി. പ്രിയപ്പെട്ട സുഹൃത്തെ, കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം തന്ന പോസിറ്റീവ് പുഷ് ചതച്ചു ഓടിച്ചില്ല, വീഴ്ത്തി കൊന്നില്ല, തകർത്തില്ല. അതെല്ലാം ദൈവാനുഭവങ്ങളായി നമ്മൾ കാണണം. പ്രൈസ് ദ ലോർഡ്. 33 ഹി ബ്ലസ്ഡ്. അവൻ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു. ഈ ഭാഗ്യവാനായ മോശ 33-ാം അധ്യായത്തിൽ അതിന് 27-ാം വാക്യത്തിൽ പറയുന്ന വാക്ക, പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. God, the assurance, God's providence, God's assurance, കീഴേ ശാശ്വത പുഴങ്ങളുണ്ട്. ഈ പുറപ്പാട് പുസ്തകമൊക്കെ നിങ്ങൾ ഈ 5 പുസ്തകങ്ങളും വായിക്കുമ്പോൾ പകല് അവർ മേഘസ്തംഭം അവർക്ക് കൊടുത്തുന്നു, രാത്രിയിൽ അഗ്നിത്തൂണ്. ഈ ദൈവം എത്ര വലിയ ദൈവമാണ്! ഈ ദൈവം മേഘസ്തംഭത്തിൽ കൂടെ അവരെ നടത്തി. ഈ ദൈവം അങ്ങനെ അവൻ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. എന്നാൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നോക്കൂ. മേഘസ്തംഭങ്ങൾ റിയാലിറ്റീസാണ്. മരുഭൂമികളെല്ലാം നോക്കൂ. പകൽ നോക്കുമ്പോൾ കൂറ്റൻ മേഘങ്ങൾ വരും. രാത്രി നോക്കൂ, ഇങ്ങനെ മുൾപടർപ്പുകൾ കത്തി ഭയങ്കര അഗ്നിജാലകളുണ്ടാകും. ഈ അഗ്നിജാലകളെയും മേഘസ്തംഭത്തെയും ഭക്തനായ മോശ പറയുക, അത് ദൈവം നടത്തിയെന്നാണ് പറയുന്നത്. ഈ അടൂരിൻ്റെ വഴിയിൽ ഈ വളവിൽ എത്രയോ വട്ടം നിങ്ങളുടെ ആക്റ്റീവ സ്കൂട്ടർ തിരിച്ചിട്ടില്ലേ? നിങ്ങൾ വീണപ്പോൾ നിങ്ങൾ പറഞ്ഞോ, പാണ്ടിലോറിക്കാരൻ ചവിട്ടിയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്? അങ്ങനെയാണോ പറഞ്ഞത്? ആ ബ്രേക്ക് നല്ലതായോണ്ടാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ പൈതൽ പറയും, ഇത് ദൈവത്തിൻ്റെ കരമാ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിൻ്റെ കരം. ഇത് സാധാരണ കാര്യമായിരിക്കാം. ദൈവവേദൽ സാധാരണ കാര്യത്തെ കാണുന്നത് ആരാ? ദൈവത്തിൻ്റെ കരമാ. ദൈവത്തിൻ്റെ കരമല്ലാതെ ഒന്നുമില്ല. ആകാശത്തിൽ കൂടെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങളെ നിലനിർത്തുന്നത് ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ കരമാ എന്ന് പറഞ്ഞാൽ എയർ ടെർമിനലിൽ നിന്ന് ഒരാൾ നിയന്ത്രിക്കുന്നുണ്ട്. അവൻ്റെ കരവും അവൻ്റെ ശബ്ദവും തെറ്റിപ്പോയാൽ വെള്ളയ്ക്ക വീഴുന്നത് പോലെ ഈ ഫ്ലൈറ്റ് വാങ്ങും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിൻ്റെ സുഹൃത്തിൻ്റെ കൈ ആരുടെ കയ്യാ? ദൈവത്തിൻ്റെ കയ്യാ. നിൻ്റെ കൈ ആരുടെ കയ്യാ? ഈ 2023 നീ അതിനെ അങ്ങനെ കാണണം. നമ്മൾ എൻ്റെ ജീവിതത്തിലെ സാധാരണ അനുഭവങ്ങളെ ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സാധാരണ ജീവിതാനുഭവങ്ങൾ, എൻ്റെ കരങ്ങളെ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ കരമായിട്ടാണ്. He appointed Joshua. He sang a song. He blessed the people. Last he died. അവൻ മരിച്ചു. 34-ാം വാക്യത്തിൻ്റെ അവസാന വാക്യത്തിൽ, 34-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ മോശയെ നെബോ പർവ്വതത്തിൽ ദൈവം കയറ്റി. എന്നിട്ട് മോശയോട് പറഞ്ഞു, നോക്കൂ, ഈ കനാൻ ദേശം കണ്ടോ? എൻ്റെ ജനത്തോട് ഞാൻ പറഞ്ഞ ദേശമാ. അവരെ അതിൽ കടത്തണം. പക്ഷേ നിന്നെ ഞാൻ അതിനപ്പുറം ഒരു കനാനിലേക്കാണ് കൊണ്ടുപോവുക. ഈ പാലും തേനും ഒഴുകുന്ന കനാനിനപ്പുറമായി
ഒരു കനാനിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവാ. ഈ ഞുള്ളരി സഭയെ, ഞുള്ളരി കെട്ടിയുണ്ടാക്കിയ ഈ സഭയെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നയിച്ചൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, അതിനപ്പുറമായി അത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-1 വാക്യങ്ങളിൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട്. ഈ കനാനല്ല, അതിനപ്പുറമായ കനാൻ. മോശേ, നീ ഭാരപ്പെടരുത്, നിന്നെ ഞാൻ വലിയ കനാനിലേക്ക്. പാരിഷ് എന്ന വാക്കിൻ്റെ അർത്ഥം, പാരിഷ് ഇടവകയ്ക്ക് പറയുന്ന പാരിഷ്. പാരിഷ് എന്ന പദത്തിൻ്റെ ഗ്രീക്ക് മൂലപദത്തിൻ്റെ അർത്ഥം ടെമ്പററി ഡ്വെല്ലിംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ താൽക്കാലിക അറേഞ്ച്മെൻറ്റ്, ഗ്രൂപ്പ് ഓഫ് സജേണേഴ്സ്, അഭയാർത്ഥികളുടെ കൂട്ടം എന്നാണ്. ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തിന് പറയുന്നൊരു വാക്കാണ് കാലം ചുരുങ്ങിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 11 കാലം ചുരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം 2 അർത്ഥങ്ങളാണ്. ഒന്ന് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ഇതാണ്: ഒരു പുള്ളിപ്പുലി ഇരയെ പിടിക്കാൻ പോവുകയാണ്. പുള്ളിപ്പുലി ഇരയെ പിടിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഓടിച്ചോടിച്ച് അവസാനമെത്തും. ഈ ഇര ക്ഷീണിക്കും. എന്താ മുയലാന്ന് ക്ഷീണിക്കും. ഈ സമയം ലാസ്റ്റ് ഈ പുള്ളിപ്പുലി എന്ത് ചെയ്യുന്നറിയാമോ? ഇരയുടെ മണ്ടയ്ക്കോട്ട് വീഴുക. അതിനു മുമ്പ് ഇത് പമ്മി ഇരുന്നിട്ട് പൊങ്ങും, പെരുവരലിൽ പൊങ്ങും. കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നിർജീവമായിരിക്കേണ്ട സമയമല്ല മോശേ, പെരുവരലിൽ നിൽക്കുകയാണ്. മാക്സിമം യൂട്ടിലിറ്റിയാണ്. അഭയാർത്ഥികളുടെ കൂട്ടം എന്നെയും കൊണ്ട് ചെയ്യാവുന്നത്, കർത്താവിൻ്റെ വരവിന് മുമ്പ് എന്തൊക്കെ ചെയ്യാം, എൻ്റെ മരണത്തിന് മുമ്പ് എന്തൊക്കെ ചെയ്യാം. ഒരു സുഹൃത്തെ, നാളെ നിങ്ങൾ മരിക്കാൻ സാധ്യതയുള്ളവരല്ലേ ഞാനും നിങ്ങളും? നാളെ മരിച്ചാൽ ഞാൻ മുറിച്ചിട്ട ബന്ധങ്ങൾ ആര് ചേർക്കും? ഞാൻ സഹായിക്കാതെ അവരെങ്ങനെ നേരെ നിൽക്കും? പെരുവരയിൽ നിൽക്കുക, വർക്ക് ചെയ്യൂ. അടുത്ത അർത്ഥം, കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രയുടെ അവസാനം തീരത്തെത്തും. അപ്പോൾ യാത്രികരെല്ലാം ഡെക്കിൽ കയറും, അവരുടെ ബാക്ക് പാക്കെല്ലാം അടുക്കും. ദൂരെ നിന്ന് ക്യാപ്റ്റൻ പറയും, ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് ദെയർ, പ്ലീസ് ബി റെഡി. അപ്പോൾ ഈ ഡെക്കിൽ നിന്ന് ആളുകൾ ദൂരേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം കൈ കാണിക്കും, എത്തി. ഈ ലോകത്തിൻ്റെ യാത്ര അവസാനിക്കുമ്പോൾ നിന്നെ കാത്തിരിക്കാൻ ഒരു തീരമുണ്ട്. മോശെ പറയുകയാണ്, അതുകൊണ്ട് അവൻ മരിച്ചു. പറയുന്നത് നെബോ പർവ്വതത്തിൽ ബേത് പെരിയോരിൻ്റെ ഗുഹയ്ക്കെതിരെ അവനെ അടക്കി. അവനെപ്പറ്റി ദൈവത്തിൻ്റെ മംഗളപത്രം, സാക്ഷ്യപത്രമാണ് ഞാൻ വായിച്ചത്. മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകനും ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. നിന്നെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ കനാനിലേക്കാണ്. ഈ ഭദ്രാസനത്തിലെ കപ്പിൽ മാർത്തോമ ഇടവകയിൽ അംഗമായിരിക്കുന്ന AK ജോർജ് അച്ഛൻ 40 വർഷം 1953 യൂത്ത് മൂൾ സെമിനാരിയിൽ 3 ചെറുപ്പക്കാർ പഠിച്ചു. PP തോമസ്, ജോൺ തോമസ്, AK ജോർജ്. പഠനം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ, ആരും പോകാത്ത ദുർഘടമുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ അയക്കണമേ. അവർ കണ്ടെത്തിയ ദൈവം അവരെ കാണിച്ച സ്ഥലമാണ് ടിബറ്റൻ ബോർഡിനടുത്തുള്ള മുൻസിയാരി. അവർ യാത്രയായി ട്രെയിനിൽ ഡൽഹിയിലിറങ്ങി. അവിടുന്ന് ഒരു ബസ്സിന് കയറി 12 മണിക്കൂർ ഒരു ദിവസത്തെ യാത്ര ചെയ്ത ആ സ്ഥാനത്തെത്തി. 20 ദിവസം കൽനടയായി പോയി മുൻസാരിയിലെത്തി. ഇതിനിടയ്ക്ക് ഒത്തിരി അപകടങ്ങൾ നടക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ തണുത്ത് വിറയ്ക്കുമ്പോൾ ഇവർ അകത്തെ ഗുഹയിൽ കയറി വിളിക്കും. 20 ദിവസം നടന്ന സ്ഥാനത്തെത്തി. അങ്ങനെ സ്ഥാപിച്ച മിഷനാണ് സുവാർത്ത പ്രേമി സമിതി, ടിബറ്റൻ ബോർഡർ മിഷൻ. അച്ഛൻ 40 വർഷമാണ് പ്രവർത്തിച്ചത്. അച്ഛൻ്റെ പിതാവ് ഒരു സുവിശേഷകനാണ്. സുവിശേഷകനും ഭാര്യ അമ്മച്ചിയും വളരെ പ്രായമുള്ള ആളുകളാണ്. 4 ആൺമക്കളാണ്. അതിലൊരാൾ, രണ്ടാമത്തെ ആൾ നമ്മുടെ സഭയിലെ ജോൺ C ജോർജ് അച്ഛനാണ്. ഈ അച്ഛൻ AK ജോർജ് അച്ഛൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത്
ജോൺസി മൂത്ത മോനോട് പറഞ്ഞു, ജോൺസി ജോർജ് അച്ഛനോട് പറഞ്ഞു, രണ്ടാമത്തെ മോനെ അച്ഛനോട് പറ, എനിക്ക് അവനെ ഒന്ന് കാണണം, എനിക്കവനെ കണ്ടിട്ട് വേണം മരിക്കാൻ. ഈ ജോൺസി ജോർജ് എന്ന അച്ഛൻ അന്ന് കൊച്ചു ചെറുക്കനാ, ഒരു ഇല്ലൻ്റിൽ എഴുതി, ഡാഡി മമ്മിക്ക്, ഡാഡി അമ്മച്ചിക്ക് ഡാഡിയെ കാണണം. അമ്മച്ചി മരിച്ച് 1 മാസം കഴിഞ്ഞാൽ ഈ എഴുത്ത് കിട്ടുന്നത്. അമ്മച്ചിയെ കാണാൻ പറ്റിയില്ല. 40 വർഷം തൻ്റെ ജീവിതം കൊടുത്ത് മാർത്തോമ സഭ മാനവസേവ അവാർഡ് കൊടുത്ത് ആദരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നമ്മളെ മെഡിക്കൽ കോളേജാകാൻ വിളിക്കുന്നില്ല. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇടവകയിലേക്ക്, അയൽവക്കങ്ങളിലേക്ക്, സഭയിലേക്ക്, സഭയുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ ദൈവം നമ്മെ വിളിക്കുക. ഈ 2023 പിണങ്ങിയവരോടെല്ലാം വണങ്ങണം. നാളെ നിൻ്റെ ജീവിതം അവസാനിച്ചാൽ ഈ മുറിച്ചത് ആര് കൂട്ടിച്ചേർക്കും? നിൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുമോ? ഇവിടെ കണ്ണുകളൊന്ന് അടയ്ക്കുമോ? കർത്താവേ, 2022 എനിക്ക് പറ്റിയ ഒത്തിരി പാകപ്പിഴകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി സംഭവിച്ചിട്ടുണ്ട്. എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുക. എൻ്റെ ഇടവക ജീവിതത്തിൽ ഞാൻ കഥകൾ മെനഞ്ഞ് ദൂരെ എൻ്റെ നിയോഗത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. എന്നെ നീ വിളിച്ച വലിയ നിയോഗത്തിൽ നിന്നും ഞാനിപ്പോൾ കൊച്ചു നിയോഗത്തിൽ, എൻ്റെ സ്വന്തം കാര്യത്തിൽ മാത്രം ഞാൻ മാറിയിട്ടുണ്ട്. എൻ്റെ സഭയെ ഞാൻ അവഹേളിച്ചിട്ടുണ്ട്, എൻ്റെ സഹവിശ്വാസികളെ അവഹേളിച്ചിട്ടുണ്ട്. നാഥാ, നിൻ്റെ കരമാക്കി എൻ്റെ കരത്തെ രൂപപ്പെടുത്തണമേ. ദൈവം വിളിക്കുന്നു. നിൻ്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുമോ? ക്യാൻ യു സബ്മിറ്റ് യുവർ മൈൻഡ്, ദ ലൈഫ് ടു ദ ലോർഡ് ജീസസ്? നിൻ്റെ കരത്തെ ദൈവത്തിൻ്റെ കരമാക്കി രൂപപ്പെടുത്താൻ വേണ്ടി പറയുമോ? കർത്താവെ, നീ എൻ്റെ കൂടെ ഇരുന്നാൽ നാളെ ഞാൻ മരിച്ചാൽ, കർത്താവെ, നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാനുള്ളൊരു കരം വേസ്റ്റായി പോകുമല്ലോ. നീ എന്നെ യഥാർത്ഥമായി തൊടണമേ. ക്രിസ്തുകീർത്തനത്തിലെ ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: യേശു സന്നിധി മാമാ ഭാഗ്യം, ക്ലേശം മാറ്റി മഹാ സന്തോഷം നൽകുന്ന, ക്ലേശം മാറ്റി മഹാ സന്തോഷം നൽകുന്ന യേശു സന്നിധി മാമാ ഭാഗ്യം. മന്നിട മതിലെൻ്റെ കണ്ടടഞ്ഞതിൻ ശേഷം, മന്നിട മതിലെൻ്റെ കണ്ടടഞ്ഞതിൻ ശേഷം, പൊന്നു ലോകവാസത്തിൽ എന്നുമൻ നീക്കും, പൊന്നു ലോകവാസത്തിൽ എന്നുമൻ നീക്കും. യേശു സന്നിധി മാമാ. ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിടുമ്പോൾ ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന, ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന യേശു സന്നിധി മാമാ ഭാഗ്യം. ക്ലേശം മാറ്റി മഹാ സന്തോഷം, പ്രൈസ് ദി ലോർഡ്. ക്ലേശം മാറ്റി മഹാ സന്തോഷം നൽകും യേശു സന്നിധി മാമാ. God called, God wept, God designed, God called back. കർത്താവേ, നീ ഞങ്ങളെ വിളിക്കണമേ, ബന്ധങ്ങളെ വിശാലമാക്കാൻ വിളിക്കണമേ നാഥാ. നീ ഞങ്ങളെ ഓർത്ത് കരയുന്ന ഒരു ദൈവമുണ്ടല്ലോ, നിന്റെ കരച്ചിൽ കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ രൂപപ്പെടുത്തണമേ. റിസോഴ്സിനെ, കരത്തെ, ഞങ്ങളുടെ ഭാഷയെ, ഞങ്ങളുടെ സെൽഫിനെ, ഞങ്ങളുടെ വിശ്വാസത്തെ, ഈ സഭയെ നെഞ്ചോട് ചേർത്താൻ നാഥാ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ. നീ ഞങ്ങളെ തിരികെ വിളിക്കുമ്പോൾ ഈ സ്വർഗീയ കനാനിൽ വരാൻ ആ ഒരു
ജീവിത വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം.